150 മീറ്റർ നീളമുള്ള ട്രെയിൻ 250 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം 30 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു. ഇതേ ട്രെയിൻ 130 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയം വേണം? ഈ ചോദ്യം നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് എടുക്കാം. ആദ്യത്തെ വാചകം ഒന്നാം ഭാഗം. 150 മീറ്റർ നീളമുള്ള ട്രെയിൻ 250 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം 30 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു. അവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? തീവണ്ടിയുടെ നീളം, പ്ലാറ്റ്ഫോമിൻ്റെ നീളം, ഇത് രണ്ടും കൂടി കൂട്ടിയതാണ് സഞ്ചരിച്ച ദൂരം എന്നെടുക്കുക. തീവണ്ടിയുടെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളങ്ങൾ ഇത് രണ്ടിൻ്റെയും തുക കാണുക, അതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ സഞ്ചരിച്ച ദൂരം. അപ്പോൾ ദൂരം സമം അത് രണ്ടും കൂടി കൂട്ടുക, 150ഉം 250ഉം കൂട്ടിയ 400 മീറ്റർ. നമുക്കപ്പോഴത്തെ ദൂരം അപ്പോൾ കണ്ടുപിടിച്ചു. ഇനി ഇതിൽ സമയം കണ്ട് സമയം 30 സെക്കൻഡാണ്. സമയം 30 സെക്കൻഡ്. അപ്പോൾ ഈ ദൂരവും സമയവും വെച്ച് നമുക്ക് എന്ത് കാണാം? വേഗത കാണാം. കാരണം സൂത്രവാക്യം ദൂരവും സമയവും വേഗതയും തമ്മിലാണ് സൂത്രവാക്യമുള്ളത്. ദൂരവും സമയവും വേഗതയും തമ്മിൽ സൂത്രവാക്യമുണ്ട്. അപ്പോൾ നമുക്ക് വേഗത കാണാനുള്ള സൂത്രവാക്യം എഴുതുക. വേഗത സമം എന്താണ് സൂത്രവാക്യം? വേഗത സമം ദൂരം ബൈ സമയം. ഇതാണ് സൂത്രവാക്യം. വില കൊടുക്കുക. ദൂരം എത്രയാണ്? 400 ബൈ സമയം എത്രയാണ്? 30. നമുക്കിതിൽ ഒരു 0 വെട്ടിക്കളഞ്ഞ് ബാക്കി എത്രയാണ് വരുന്നത്? 40/3. ദൂരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ, സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ വേഗത 40/3 മീറ്റർ പ്രതി സെക്കൻഡ്. നമുക്ക് തീവണ്ടിയുടെ വേഗത കിട്ടി. നമുക്ക് ഇങ്ങനത്തെ കണക്കുകളിൽ വേഗത സ്ഥിരമായിട്ടാണ് സാധാരണ പരിഗണിക്കുക. തീവണ്ടിയുടെ വേഗത മാറുന്നില്ല എന്നാണ് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ തീവണ്ടിയുടെ വേഗത 40/3 മീറ്റർ പ്രതി സെക്കൻഡാണ്. ഇനി നമുക്ക് അടുത്ത വാചകം നോക്കുക. ഇതേ ട്രെയിൻ 130 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയം? അപ്പോൾ വീണ്ടും നമ്മൾ സഞ്ചരിച്ച ദൂരം കാണുക. സഞ്ചരിച്ച ദൂരം മാറി. കാരണം സഞ്ചരിച്ച ദൂരം തീവണ്ടിയുടെ നീളം ഒരുപോലെ തന്നെ മാറ്റില്ല. തീവണ്ടിയുടെ നീളത്തിൻ്റെ കൂടെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം മാറി. ഇവിടെ 250 മീറ്റർ ആയിരുന്നു, ഇത് മാറി. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളവും ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂടി കൂട്ടുക. 150ഉം 130ഉം കൂട്ടിയ 280 മീറ്ററാണ് എന്ത്? സഞ്ചരിച്ച ദൂരം. ഇനി വേഗത നമ്മൾ പറഞ്ഞു വേഗത മാറ്റില്ല, ഇതാണ് വേഗത. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ദൂരവും വേഗതയും വെച്ച് നമുക്ക് എന്ത് കാണാം? സമയം കാണാം. അതാ കാണേണ്ടത്, സമയമാണ് കാണേണ്ടത്. എത്ര സമയം? അപ്പോൾ സമയം കാണാൻ സൂത്രവാക്യം എന്താണ്? ദൂരം ബൈ വേഗത. നമുക്ക് അതിൽ വില കൊടുക്കുക. ദൂരം എത്രയാണ്? 280 ബൈ വേഗത എത്രയാണ്? 40/3. ഇതെങ്ങനെ ചെയ്യുക? അംശം അതുപോലെ ഇടുക. 250 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. 3/40. നമുക്ക് ഈ 0 വെട്ടിക്കളഞ്ഞാൽ 28/4 7 പ്രാവശ്യം 7 × 3 ഉത്തരം 21 സെക്കൻഡ്.